എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ പരാജയത്തിൻ്റെ കയ്പുനീർ കുടിക്കാതെ ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഈ പരാജയങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ, നമ്മുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ, നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ, നമ്മുടെ അയൽവാസികളുടെ മുന്നിൽ, അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന ഒരുപാട് ബന്ധങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും പല പല പരാജയങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. ചില സമയങ്ങളിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ മുന്നിൽ പോലും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടല്ലേ? ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. ഒരു വലിയ പ്രതീക്ഷയോടുകൂടി കുട്ടിക്കാലത്ത് വളർന്നു വരികയും പിന്നീട് അച്ഛനമ്മമാർക്ക് തന്നെ തോന്നി, ഇവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും സക്സസ് ആവുമെന്ന് തോന്നുന്നില്ലല്ലോ, ഞാൻ വിജയിക്കില്ല എന്ന് പോലും എൻ്റെ അച്ഛനമ്മമാർ ചിന്തിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങൾ ലൈഫിലുണ്ട്. അത് നമ്മൾ ഒരുപാട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ട് എവിടെയും എത്താതെ പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നൊരു ഫീലാണത്. നമ്മൾ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം കൂടിയാണത്. അതുപോലെ മനോഹരമായിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. ഈ പ്രണയം കുറേ മുന്നോട്ട് പോയപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് കഷ്ടപ്പെടാൻ തയ്യാറല്ല എന്നും പറഞ്ഞു പോയതാണ്. നമ്മളാകെ നാണം കെട്ട് പോകുന്നൊരവസ്ഥയാണല്ലേ? നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരാൾ പോകുമ്പോൾ ജീവിതത്തിൻ്റെ പരാജയമാണ്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെയൊക്കെ ലൈഫിൽ കടന്നുപോയിട്ടുണ്ടാവും. ഇനി അതൊന്നുമല്ല, പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം നമുക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് മാറും, അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കപ്പെടുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചിട്ട് ഏറ്റവും ഒടുവിൽ നമുക്കതൊന്നും ചെയ്യാൻ കഴിയാതെ പോവുകയും മറ്റുള്ളവരിൽ നാണം കെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന നിമിഷങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വഴുതി വീഴുന്ന പരാജയങ്ങൾ. ഞാനൊരിക്കൽ ഒരു ഇൻ്റർവ്യൂക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടുകാരോടും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ടിക്കറ്റ് ബോംബെയിലാണ്. അങ്ങനെ ട്രാവൽ ഏജൻസിയിൽ പോയി എനിക്ക് ടിക്കറ്റ് കിട്ടി. നമ്മൾ 22 പേരെയാണ് സെലക്ട് ചെയ്തത്. എല്ലാവരും വളരെ ഹാപ്പിയായി. അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പാസ്പോർട്ടും ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ താഴെ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഞാൻ വെറുതെ ഈ ടിക്കറ്റിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ നോക്കുമല്ലോ, അങ്ങനെ നോക്കുന്നതിനിടയിലാണ് എനിക്ക് പോവാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതായത് പേരിൻ്റെ ഒരക്ഷരം തെറ്റിക്കിടക്കുക. അപ്പോൾ അത് മാറ്റുക എന്ന് പറയുന്നത്, ഞാൻ ആദ്യം കരുതിയത് പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഓഫീസിൽ പോയെങ്കിലും ഓഫീസിൽ നിന്ന് പറഞ്ഞു പെട്ടെന്ന് പോകാൻ പറ്റില്ല, നമുക്കൊന്ന് മെയിലൊക്കെ ഒന്ന് അയച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 21 പേരും അന്നത്തെ ദിവസം എയർപോർട്ടിൽ പോയി. അവർ ഗൾഫിലേക്ക് പോയി. ഞാനാണെങ്കിൽ ബോംബെയിൽ എൻ്റെ സുഹൃത്തിൻ്റെ റൂമിൽ ഞാനവിടെ ലോക്കായി. ആഴ്ചകളോളം അവിടെ തന്നെ നിന്നു. കാര്യങ്ങളൊന്നും നടന്നില്ല. ഒടുവിൽ അത് ക്യാൻസലായി. അപ്പോൾ ആകെ പെട്ടു. നാട്ടിലേക്ക് വരാനും പറ്റില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ. കാരണം നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ട് പോയതാണല്ലോ. അപ്പോൾ ആകെ നാണക്കേടായി. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള 100 കണക്കിന് ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഈ പരാജയം എന്ന് പറഞ്ഞതിന് പലപ്പോഴും വലിയ നിരാശയായിട്ട് അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും, അല്ലേ? ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് വലിയ നിരാശയിലേക്ക് പലപ്പോഴും നിങ്ങളെപ്പോലെ തന്നെ ഞാനും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ കാലവും ജീവിതവും എന്നെ പഠിപ്പിച്ചതും ഓർമ്മിപ്പിച്ചതും, ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നിരാശയല്ല നമുക്ക് ആവശ്യം, വാശിയാണ്. തോൽപ്പിച്ചവരുടെ മുന്നിൽ, അവഗണിച്ചവരുടെ മുന്നിൽ, കളിയാക്കിയവരുടെ മുന്നിൽ, ഒറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ, മാറ്റി നിർത്തിയവരുടെ മുന്നിൽ, നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മധുരമില്ലേ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ത്രില്ല് എന്ന് പറയുന്നത്. പരാജയം മധുരമാകുന്നത്, തേനോളം മധുരമാകുന്നത് ഈ നിമിഷങ്ങളിലാണ്, നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ. ഇവിടെ നമുക്ക് വേണ്ടത് പ്രതീക്ഷയാണ്, ആത്മവിശ്വാസമാണ്, നിരാശയല്ല. ജീവിതത്തിൽ പരാജയം അനുഭവിക്കാതെ ആരും തന്നെ ഉണ്ടാവില്ല. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പരാജയങ്ങൾ നമ്മുടെ ലൈഫിൽ കടന്നു വരും. എന്നാൽ ഈ പരാജയത്തിനപ്പുറം ഒരു മനുഷ്യൻ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അയാളുടെ മാനസികമായിട്ടുള്ള ചിന്തകളുടെ പിൻബലത്തിൽ തന്നെയാണ്, അല്ലെ?
ആ പരാജയങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് ആ നിരാശയിൽ മുങ്ങിത്താണ് നമുക്ക് സ്വയം ഇല്ലാതാകാം, അതല്ലെങ്കിൽ തോൽപ്പിച്ചവർക്ക് മുന്നിൽ നമുക്ക് അവരെ കൊണ്ട് തന്നെ മറിച്ച് പറയിപ്പിക്കാൻ തക്ക രീതിയിൽ നമുക്ക് സ്വയം വളരാം. ജീവിതത്തിൽ എല്ലാത്തിനും അവസരങ്ങളുണ്ട്. തോറ്റു എന്ന് കരുതിയിട്ട് ജീവിതത്തിന്റെ സാധ്യതകൾ ഒരിക്കലും അവിടെ അവസാനിക്കുന്നില്ല. അത് ഇനിയും മുന്നോട്ട് ഒരുപാട് കിടക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതവും വിജയവും ഉയർച്ചകളും ഒക്കെ ഓരോ മനുഷ്യനും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരാജയങ്ങൾ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിലും ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിനെയൊക്കെ മറികടന്നിട്ടുണ്ട്. പക്ഷെ ഏത് രീതിയിൽ എത്രത്തോളം ശക്തമായി നമ്മൾ അതിനെ മറികടന്നു എന്നുള്ളതാണ് നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ പോയിന്റ്. അപ്പോൾ ഇനി ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായിട്ട് നേരിടുക, മാനസികമായ ഇച്ഛാശക്തിയോടുകൂടി നേരിടുക. അല്ലാതെ ജീവിതം ഇവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എനിക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റില്ല എന്ന നെഗറ്റീവ് ചിന്തകൾക്ക് പകരം എന്നെ പരാജയപ്പെടുത്തിയവർക്കും എന്നെ അവഗണിച്ചവർക്കും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവർക്കുമൊക്കെ എനിക്ക് മറുപടി നൽകേണ്ടതുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഇനി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് എനിക്ക് മുന്നോട്ട് പോകണം. എൻ്റെ സാധ്യതകളെ എനിക്ക് കണ്ടെത്തണം. എൻ്റെ അവസരങ്ങളെ എനിക്ക് തേടിപ്പിടിക്കണം. ജീവിതത്തിൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ജീവിക്കണം. മറ്റുള്ളവരെ കൊണ്ട് എനിക്ക് നല്ലത് പറയിപ്പിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി, തോൽപ്പിച്ചവരുടെ മുന്നിൽ, നീ നന്നാവില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നെഞ്ചു പിരിച്ച് എനിക്ക് ജീവിക്കണം. ഇങ്ങനെയുള്ള വളരെ ഉയർന്ന ചിന്താഗതി മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര രസകരമായ സുഖകരമായ യാത്രയൊന്നുമല്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന കഠിനാധ്വാനത്തിന്, റിസ്കുകൾക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു മധുരമുള്ള നിമിഷമുണ്ട്. അതായത് പരാജയം നമുക്ക് തരുന്ന ഒരു മധുരമുണ്ട്. അത് വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ്. അത് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം, നമ്മുടെ ചിന്തകളിലുണ്ടാവണം. എന്നിട്ട് നമ്മൾ എന്ത് വേണം? ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ജീവിതത്തിൽ ഇപ്പോഴും ഈ നിമിഷങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നുണ്ടാകും. അവിടെ നമ്മൾ നിരാശയല്ല സൂക്ഷിക്കേണ്ടത്, പകരം പ്രത്യാശയാണ്. പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുക. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെ നേരിടുവാനുമുള്ള കഴിവും കരുത്തും ഊർജ്ജസ്വലതയും ഉന്മേഷവും ഒക്കെ നമ്മളിലുണ്ട്. അതിനെ എടുത്ത് പുറത്തിടുക എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്ത് വേണം? എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തെ സമീപിക്കാനാവണം. നമ്മുടെ മനോഭാവങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായിട്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.